വെടി പൊട്ടിക്കഴിഞ്ഞു. അടിയുടെ പൊടിപൂരം തുടങ്ങിയട ഈച്ചേ. ഒരു വെടിക്ക് 2 പക്ഷി അല്ല 3 അതെ മൂന്നാമത്തെ പക്ഷി. അത് കാത്തിരുന്ന് കാണോ ഈച്ചേ. ചിയേഴ്സ്. നക്കിക്കോ, നന്ദി ഉണ്ടാവണം. കഴിക്കേ. കുട്ടിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ. ഇനിയിപ്പോ ചേച്ചിക്ക് നമ്മളിന്ന് കണ്ടാൽ അറിയാതാവും അല്ലേ ചേച്ചി? ഇനി നമുക്ക് ചുരിദാറിന് മാക്സിക്കന്ന് എവിടെയും പോണ്ടല്ലോ. വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് കുറച്ച് തരാം, ഒന്ന് കൂടിയല്ലോ. എല്ലാരും ഉണ്ടല്ലോ. അപ്പൂനിടാനുള്ള വിവാഹമോതിരാണ്. തള്ളേച്ച് വെച്ചോളൂ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇവിടെ നിൽക്കാണോ? പന്തലോട്ടി എന്നിട്ട് ഞാനിപ്പോ വരേ. എന്ത് വിവരക്കേടുണ്ട് നീ കാണിച്ചത്? അപ്പൂന് നാട്ടില് വകയിലാണെങ്കിൽ ആകെ ഒരു അമ്മാവനാണ് ഭാർഗവക്കുറുപ്പ്. അങ്ങനെ തല്ലിയിട്ട് കല്യാണം നടക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നാളെ മുഹൂർത്തത്തിൽ പെങ്ങളുടെ കഴുത്തിൽ താലി വീഴണമെന്നുണ്ടെങ്കിൽ ചെന്നങ്ങയുടെ കാല് പിടിക്കും. മാട്ടത്തറ കുറുപ്പിന് ഈ നാട്ടിലൊരു നിലയും വിലയും ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പോയി. ഓർക്കാപ്പുറത്തായി പോയി. ഞാൻ ഓർത്തിരുന്നു. അതും കാരണമില്ലാതെ. ദേവം വരുന്നു. ഒന്നും മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തല്ല. സ്വന്തം അച്ഛനെ തല്ലുന്നതിലേറെ വേദനയോടെയാണ് ഞാൻ ഈ മുഖത്ത് കൈവച്ചത്. അടിക്കാനായി കൈ ഉയർത്തുമ്പോഴും മനസ്സുകൊണ്ട് 1000 തവണ മാപ്പി ഒടിക്കായിരുന്നു. എന്റെ ഗതികേടോർത്ത് എനിക്ക് മാപ്പ് തരണം. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ പാവം പെങ്ങളുടെ ജീവിതം തുലയ്ക്കരുത്. രാഷ്ട്രീയമായി 2 ചേരിയിലായിരുന്നപ്പോൾ പോലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ വരെ വേദനിപ്പിച്ചിട്ടില്ലാത്തവരാ ഞാനും ബാലൻ മാഷും. ഇന്നുവരെ ആരും കൈവച്ചിട്ടില്ലാത്ത ഈ മുഖത്ത് ആ ബാലൻ മാഷിന് മോനായ നീ പറ, എന്തിനു വേണ്ടിയായിരുന്നു നീ എന്നെ തല്ലിയത്? നീ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു, അതോ കഞ്ചാവ് വലിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ വല്ലതും ആണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഓർത്ത് ഞാൻ ക്ഷമിക്കാം. പറയടാ. ഒന്നും എന്നോട് ചോദിക്കരുത്. എന്റെ പെങ്ങളെ ഓർത്ത്, എന്റെ അച്ഛനെ ഓർത്ത് എനിക്ക് മാപ്പ് തരണം. നിങ്ങളൊരാന മണ്ടനായി പോയല്ലോ കുറുപ്പേ. എന്തിനാടോ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ വല്ല കള്ളോ കഞ്ചാവോ അകത്തി എന്നപ്പോ ആകെ തലക്ക് പിടിച്ചിട്ടുണ്ടാവും. വിട്ടുകളാ. വിടരുത്. വീരഭദ്രൻ നായരുടെ കാശ് വാങ്ങിച്ചിട്ടാ വന്ന് നിൽക്കിട്ട് പണിയത്. നിങ്ങളെ തല്ലിയത് മനഃപൂർവ്വം. നേരെ നിങ്ങൾ വിചാരിച്ച ഇവനെ കൊണ്ട് അങ്ങേരെ തല്ലിക്ക. നോക്കിക്ക ചെല്ലു. ഉണ്ണി, നീ വീരഭദ്രന്റെ ഇത് പണം വാങ്ങിയിട്ടാണ് എന്നെ തല്ലിയതല്ലേ? എങ്കിൽ എനിക്കുണ്ടായ നാണക്കേട് നീ മാറ്റിത്തരണം. ഇന്ന് രാത്രി തന്നെ നീ വീരഭദ്രനെ തല്ലണം. അതിനെന്ത് കൂലി വേണം നിനക്ക്? പറയടാ, ഞാൻ തരാം. എന്റെ മോളെ കെട്ടിച്ചെന്നോ അതും തരാം. കുറുക്കട്ട, ഈ അവസരത്തിൽ ഞാൻ അപ്പുവിന്റെ കൈ കൊണ്ട് സരളയുടെ കഴുത്തിൽ നിനക്ക് താലി കെട്ടി കാണണ്ടേ? എങ്കിൽ നീ വീരഭദ്രനെ തല്ലിയേ പറ്റൂ. ചെല്ലടാ, ചെല്ല്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നോ, നിന്റെ പെങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം. നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എന്താടാ? ഒന്നിറങ്ങണം. എന്തിന്? കാര്യമുണ്ട്. ശരി. എന്താ ഉണ്ണി, കാശ് വല്ലതും വേണോ? ഭാർഗവന്മാര് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചു. മിണ്ടിപ്പോകരുത്. വേലയും കൂലിയില്ലാതെ നടന്നിരുന്ന എനിക്ക് നിങ്ങളിന്ന് കാലത്തൊരു പണി പഠിപ്പിച്ചെന്നല്ലോ. ആ പണിയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. കാശ് തരുന്ന മാവന്മാർക്ക് വേണ്ടി കൂലിത്തല്ല്. ശ്രീകണ്ഠ മൂസ തല്ലി കൊല്ലണേ.
ഞാനൊന്ന് മൂത്രമൊഴിച്ചു. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, വാ. ഇന്നത്തെ സായിപ്പാരുടെ വേഷത്തില് ഒന്നാം തരമായിട്ടുണ്ട്. ഇനി മുതൽ മുണ്ടുടുക്കണ്ട, ഇതാ ഭംഗി. നിർത്തടാ. ആ തെമ്മാടി ഉണ്ണി എന്നെ തല്ലി ഉടുമുണ്ടുരിഞ്ഞെടുത്തു. എപ്പോ? ഇപ്പോ ഇത് പുരാണത്തിൽ പറയുന്ന മാതിരി ഭസ്മാസുരന് വരം കൊടുത്തു പോലായല്ലോ. ഞാൻ നിന്നെ തേടി ഇറങ്ങിയതാ. നേരം പുലരുന്നതിന് മുമ്പ് ആ പന്നിയേക്ക് കുത്തി കീറണം കീറണം ഒരു വഴി പറഞ്ഞതാ. ആ മൂരി എവിടെ? അവന്റെ അടികൊണ്ട് പുറകെ കിടക്കും. അയ്യോ കഷ്ടം. ഇപ്പൊ സമയം എത്രയായി? എന്റെ ഈ വാച്ചില്ലേ? ഇത് ഓടത്തില്ല. 10. ഇനിയും ചാൻസ് ഉണ്ട്. എങ്ങനെ? നാളെ രാവിലെ 10നും 10:10 ഇടയ്ക്കല്ലേ സർലയുടെ വിവാഹം? അതെ. ഇപ്പൊ രാത്രി 10 മണി. നാളെ രാവിലെ 10 മണിയാകുമ്പോ പകരം വീട്ടാൻ സുദീർഘമായ 12 മണിക്കൂർ തുണിയില്ലാത്ത നായരുടെ മുമ്പിൽ അവശേഷിച്ചിരിക്കാൻ. മനസ്സിലായില്ല? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ച് കടുപ്പിച്ച് വിഷമിറക്കുക. കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. വെടി മുഴങ്ങട്ടെ, അടിയുടെ പൊടിപൂരം തുടങ്ങട്ടെ. വണ്ടി കയറേ. ഞാൻ വരണോ? വരണം. വരാം. ഇങ്ങോട്ട്. ഓ ശരിക്കണ്ട, വണ്ടി എടുത്തോ. വിട്ടോ മുരി. ഓ ഗ്യാസ് തീർന്നു. കൂടെ പോവാൻ ചത്തുപോയ അങ്ങനെ അച്ഛൻ വീരേന്ദ്രൻ നായർ വരും.